നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ എടുക്കുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇതിനു മുന്നേ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്, രാധാകൃഷ്ണൻ കമ്മീഷൻ, അത് 2 പാർട്ടായിട്ട് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇത് നമ്മൾ നോക്കുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് നമ്മുടെ സിലബസിൽ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കമ്മീഷൻസും പല റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ എല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു, റെക്കമെൻഡേഷൻസ് എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്മീഷനെല്ലാം വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഉള്ളത്. ഇനിയിപ്പം NEP ഇംപ്ലിമെൻ്റ് ആകാൻ പോകുന്നു പലയിടത്തും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1952-53 ഇതിനു മുന്നേ നമ്മൾ പഠിച്ചത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് അല്ലേ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഇയർ ഏതാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ആ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് കമന്റ് ചെയ്യാൻ പറ്റുമല്ലോ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. കമ്മീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് 1952-53 അപ്പം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം വന്നിട്ടുള്ള കമ്മീഷനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വന്നിട്ടുള്ള കമ്മീഷനാണ്. 52-53 ഈ കമ്മീഷൻ വരുന്നത്. ഓക്കെ, ഈ കമ്മീഷൻ എന്തിനാണ് വന്നത്? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ പേരിൽ തന്നെ ഉണ്ടത്. സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസും കാര്യങ്ങളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഈ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഡോക്ടർ A. ലക്ഷ്മണസ്വാമി മുതലിയാരാണ്. ഈ പേര് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണ് കേട്ടിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഹാപ്പിയാണ്. ആ ഒരു കമന്റ് ചെയ്യുന്ന ആളുടെ ഒരു ഡെഡിക്കേഷൻ നമുക്ക് കാണാം, പിന്നെ മറ്റുള്ളവർക്ക് അത് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പം ലക്ഷ്മണസ്വാമി മുതലിയാർ എന്നുള്ള പേര് മുൻപ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ലക്ഷ്മണസ്വാമി മുതലിയാർ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹമാണ് ഈ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷന്റെ പേര് ലക്ഷ്മണസ്വാമി മുതലിയാറിന്റെ പേരിൽ മുതലിയാർ കമ്മീഷൻ എന്നാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നമ്മൾ പറഞ്ഞു, അതിന്റെ ചെയർപേഴ്സൺ ഡോക്ടർ S. രാധാകൃഷ്ണൻ ആണ്. സോ ആ കമ്മീഷൻ അറിയപ്പെട്ടിരുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഈ കമ്മീഷന്റെ മറ്റൊരു പേര് മുതലിയാർ കമ്മീഷൻ. ഇദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ഓക്കെ, ഇനി ഈ കമ്മീഷൻ വന്നത് October 6, 1952 1952 October 6 ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1953 ഓഗസ്റ്റിലാണ്. അതായത് 1952-53 പറഞ്ഞത്. കമ്മീഷൻ 6 October 1952 വന്നു. റിപ്പോർട്ട് കൊടുത്തത് 1953 ഓഗസ്റ്റിലാണ്. സോ 52-53 ആണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ്. ഇവര് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ് ഡൈവേഴ്സിഫിക്കേഷൻ. സെക്കൻഡ് വൺ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. തേർഡ് വൺ, ഗേൾസ് എഡ്യൂക്കേഷൻ. ഫോർത്ത് വൺ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഫിഫ്ത്ത് വൺ, അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ ഇൻ സെക്കൻഡറി സ്കൂൾസ്. ഞാൻ ഇവിടെ സെക്കൻഡറി ഷോർട്ട് ആയിട്ട് എഴുതി കേട്ടോ. സെക്കൻഡറി സ്കൂൾസ്. സ്റ്റഡി ഓഫ് ലാംഗ്വേജസ്, ഓർഗനൈസേഷൻ ഓഫ് സെക്കൻഡറി സ്കൂൾ കരിക്കുലം, നീഡ് ഫോർ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് മെത്തേഡ്സ്, വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഷെഡ്യൂൾഡ് വെക്കേഷൻസ്, സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻസ് ഓഫ് സ്കൂൾസ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പോൾ 10 എണ്ണം കുറേ കാര്യങ്ങളുണ്ട്. ഇത് ലെങ്തി ആയിട്ട് എല്ലാം പഠിക്കണമെന്നൊന്നും തിങ്ക് ചെയ്യേണ്ട, നമ്മൾ സ്ലോലി 1 by 1 ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ റെക്കമെൻഡേഷനിൽ താഴെ തന്നിട്ടുള്ള ഏതാണ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലയോ, ഇതൊക്കെ നമുക്ക് അറിയണം. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം, നമ്മൾ അറിയാൻ വേണ്ടി പഠിക്കുക. അപ്പം നമുക്ക് കുറെ കൂടെ അത് കണക്ട് ചെയ്യാനും ഓർത്തെടുക്കാനൊക്കെ പറ്റും. പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്താൽ മതി. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എക്സാമിനേഷൻ്റെ ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് നമ്മൾക്ക് കാര്യം അറിയണം, അതാണ് അവർ നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാര്യം അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥ രീതി. അപ്പം ഒന്നാമത്തെ എന്താണ്? ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ട് അല്ലേ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരുപാട് വൈവിധ്യങ്ങൾ അല്ലെ, കോഴ്സസിൽ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരിക. മെനി മൾട്ടിപർപ്പസ് സ്കൂൾസ് സച്ച് ആസ് ടെക്നിക്കൽ സ്കൂൾസ്, അഗ്രികൾച്ചറൽ സ്കൂൾസ്, all these should be started so that the students can acquire education as per their interests, aims and diverse abilities. ഇത്ര ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസിൽ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരിക, ഒരുപാട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കൊണ്ടുവരിക. അഗ്രികൾച്ചർ ഇഷ്ടമുള്ളവർക്ക് പഠിക്കാനായിട്ട് അഗ്രികൾച്ചർ കോഴ്സസ് കൊണ്ടുവരിക, ടെക്നിക്കൽ സ്കൂൾസിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ടെക്നിക്കൽ സ്കൂൾസ് കൊണ്ടുവരിക. അങ്ങനെ പല പല കോഴ്സസ് കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ചിട്ട് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കാൻ ഓപ്ഷൻ കിട്ടും. ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ.
അപ്പോൾ അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസിൽ പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റുഡൻസ് ക്യാൻ അക്വയർ ദർ എഡ്യൂക്കേഷൻ ആസ് പെർ ദർ ഇൻട്രസ്റ്റ്, ദർ എയിംസ് ആൻഡ് ദർ ഡൈവേഴ്സ് എബിലിറ്റീസ്. അവരുടെ ഇൻട്രസ്റ്റിനും അവരുടെ എയിമിനും അവരുടെ എബിലിറ്റീസിനും അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസിൽ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? പല പല കോഴ്സസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യുക, അത് പഠിക്കുക. നല്ലൊരു സജഷൻ ആണല്ലോ അല്ലേ? ഇപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷന് പോകുമ്പോൾ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇത് മാത്രമാണ്. പക്ഷെ ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് നാലാമതൊരു ഓപ്ഷൻ കൂടെ ഉണ്ടെങ്കിലോ, ചില സ്കൂൾസിൽ ഹോം സയൻസ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം അനുസരിച്ച്, അവരുടെ ഒരു എബിലിറ്റി അനുസരിച്ച്, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലർക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒരുപാട് ഇഷ്ടമുള്ള കോഴ്സ്, കാരണം ചിലർക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും, അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ. അടുത്തത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലൊക്കെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ടു സ്റ്റാർട്ട് ടെക്നിക്കൽ സ്കൂൾസ് ഒരുപാട് തുടങ്ങുന്നതാണ്. ലാർജ് നമ്പേഴ്സ് ഓഫ് ടെക്നിക്കൽ സ്കൂൾസ് ഇന്ത്യയിൽ കൊണ്ടുവരിക. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ ഇൻഡസ്ട്രീസിനെ അവർക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് ഇൻഡസ്ട്രീസും സെറ്റാക്കുക. അപ്പോൾ ഇവർ പഠിച്ച കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യാം. ബോത്ത് ക്യാൻ വർക്ക് ടുഗദർ. ഇൻഡസ്ട്രിയും സ്കൂൾസും ഒരുമിച്ച് ഒരു കോപ്പറേഷനോടുകൂടി വർക്ക് ചെയ്താൽ കുട്ടികളുടെ ടെക്നിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് പഠിച്ച കാര്യങ്ങൾക്ക് അവർക്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്ത് നോക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂൾസും തമ്മിലൊരു കോപ്പറേഷനോടുകൂടി വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ടെക്നിക്കൽ സ്കൂൾസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ കൊടുത്ത അടുത്തൊരു സജഷൻ എന്ന് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ലോ ആൻഡ് റൂൾസ് ഷുഡ് പാസ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങളും റൂൾസും പാസ്സാക്കണം. എങ്ങനെയാണ്? അതായത് ടെക്നിക്കൽ സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് ഇൻഡസ്ട്രിയിൽ പോയിട്ട് എന്ത് കൊടുക്കണം? ട്രെയിനിങ്ങിനുള്ള ഫെസിലിറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അത് ചെയ്തു നോക്കാൻ പറ്റുള്ളൂ. അല്ലെ, അവർക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ലോസും റൂൾസും കൊണ്ടുവരിക. അപ്പം ടെക്നിക്കൽ സ്കൂൾസിൽ പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പം അതനുസരിച്ചിട്ട് ഇൻഡസ്ട്രീസ് കമ്പൽസറി ട്രെയിനിങ് ആൻഡ് ഫെസിലിറ്റീസ് ഇവർക്ക് ഇൻഡസ്ട്രീസിൽ കൊടുക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞ മറ്റൊരു സജഷൻ. ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ സെസ് ഷുഡ് ബി ചാർജ്ഡ് എന്ന് അവർ പറഞ്ഞു. ഒരു വേറൊരു കാര്യം പറഞ്ഞു, ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ സെസ്. ഈ വിദ്യാഭ്യാസ സെസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ ടാക്സ് ആണ് സെസ് എന്ന് പറഞ്ഞാൽ. ഒരു ടാക്സ് തന്നെയാണ് അല്ലേ? ചില സമയത്ത് വിദ്യാഭ്യാസ നികുതി എന്ന് പറഞ്ഞിട്ട് ഒരു നികുതി അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഫ്ലഡ് വരുമ്പോൾ ഫ്ലഡ് ടാക്സ് എന്ന് പറയും. സ്പെഷ്യൽ ടാക്സസിനാണ് അതിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ സെസ് കൊണ്ടുവരിക. അപ്പം നികുതി വരുമാനത്തിൽ കുറച്ച് ഈ ഒരു ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ സെസ്സിന്റെ ഭാഗമായിട്ട് കുറച്ച് നികുതി ഗവൺമെന്റിൽ കിട്ടും. അപ്പോൾ ആ കാശ് കൊണ്ടിട്ട് അതേ യൂസ് ഫോർ എൻഹാൻസ്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഒരു എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് ഈ കാശ് അവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ അവർ പറഞ്ഞത്? ഒരുപാട് ടെക്നിക്കൽ സ്കൂൾസ് കൊണ്ടുവരിക, ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയിൽ കമ്പൽസറി ട്രെയിനിങ് ആൻഡ് ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ടുള്ള ലോസും റൂൾസും ഒക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെസ് വെച്ചുകൊണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് ഗേൾസ് എഡ്യൂക്കേഷൻ. ഗേൾസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഗേൾസിന് അത്ര എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഗേൾസ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെയാണ് ഈ ഒരു കമ്മീഷൻ ഹൈലൈറ്റ് ചെയ്തത്. ബോയ്സിൻ്റെ ഒപ്പം തന്നെ ഗേൾസിനും ഒരേപോലെ എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പം ഇന്ത്യ രാജ്യത്ത് ഈക്വൽ കോൺട്രിബ്യൂഷൻ ബോയ്സിനും ഗേൾസിനും ആസ് എ സിറ്റിസൺ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കോ എഡ്യൂക്കേഷൻ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. രണ്ടുപേർക്കും ഒരുമിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കാം. ഗേൾസ് എഡ്യൂക്കേഷനിൽ അപ്പോൾ ഒരു കോ എഡ്യൂക്കേഷൻ, അതുപോലെ മിക്സ് സ്റ്റാഫ് മിക്സ് ചെയ്തിട്ടാണ് ബോയ്സും ഗേൾസും. പിന്നെ സ്പെഷ്യൽ നീഡ്സ് ഫോർ ഗേൾസ് ഷുഡ് ബി ടേക്കൺ കെയർ. പെൺകുട്ടികളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം കെയർ ചെയ്യുക. നെസസറി അമ്യൂണിറ്റീസ് കൊടുക്കുക, അവരുടെ സാനിറ്ററി ആവശ്യങ്ങൾ, പിന്നെ റിട്ടയറിംഗ് റൂംസ്, അതേപോലെ തന്നെ പ്ലേയിങ് ഫീൽഡ്, ഇതെല്ലാം പെൺകുട്ടികൾക്ക് അവരുടെ പ്രത്യേക ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഗേൾസ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം ഈ ഒരു കമ്മീഷനിൽ എടുത്ത് പറഞ്ഞു. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം കിട്ടണം. കോ എഡ്യൂക്കേഷൻ ആണ്. പെൺകുട്ടികളുടെ ആവശ്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. അപ്പോൾ ഇത് അവരുടെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് സെക്രട്ടറി എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ മൂന്നിനാണ് കണ്ടത്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്, ഒരുപാട് കോഴ്സസ് കൊണ്ടുവരിക. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഒരുപാട് ടെക്നിക്കൽ സ്കൂൾസിലെല്ലാം കൊണ്ടുവരിക. സ്പെഷ്യൽ ടാക്സ് കൊണ്ടുവരിക. ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് റൂൾസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇവർക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കണം. അതെല്ലാം പറഞ്ഞു. ഗേൾസ് എഡ്യൂക്കേഷനും പറഞ്ഞു. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അടുത്ത റെക്കമെൻഡേഷൻ ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ഇവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ടീച്ചിങ് മെത്തേഡ്സിന്. അവർ എഫക്റ്റീവ് വേ ഓഫ് ടീച്ചിങ് ആണ് അവർ സജസ്റ്റ് ചെയ്തത്. എത്ര ബെസ്റ്റ് കരിക്കുലം ഉണ്ടെങ്കിലും ഒരു എഫക്റ്റീവ് വേ ഓഫ് ടീച്ചിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രയോജനം ഇല്ല എന്നാണ്. സോ അവർ പറയുന്നത് ഗുഡ് ടീച്ചിങ് മെത്തേഡ്സ് കൊണ്ടുവരിക. ഗുഡ് ടീച്ചിങ് മെത്തേഡ്സ് എപ്പോഴും ഇറ്റ് വിൽ ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യും. സൈക്കോളജിക്കലി ആൻഡ് സോഷ്യലിയും സൈക്കോളജിക്കലിയും കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യും നല്ല ടീച്ചിങ് മെത്തേഡ്സ് ആണെങ്കിൽ. ആൻഡ് ട്രൈ ടു ഇൻകൾക്കുലേറ്റ് ഡിസൈറബിൾ വാല്യൂസ്, മൊറാലിറ്റി ആൻഡ് പ്രോപ്പർ ആറ്റിറ്റ്യൂഡ്സ് എമംഗ് സ്റ്റുഡൻസ്.
അപ്പം അതുപോലെ ഇവർ പറയുന്നത് ഈ ഒരു ടീച്ചിങ് മെത്തേഡ്സിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ്? ഡിസൈറബിൾ വാല്യൂസ്, നല്ല മോറൽസ്, നല്ല എത്തിക്സ്, നല്ല വാല്യൂസ്, പ്രോപ്പർ ആറ്റിറ്റ്യൂഡ്സ് കുട്ടികളുടെ ഇടയിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള നല്ല ടീച്ചിങ് മെത്തേഡ്സ് വേണമെന്ന്. ശരിയല്ലേ? അപ്പോൾ ഈ കമ്മീഷൻ പറഞ്ഞ റെക്കമെൻഡേഷൻ ആണ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെയാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് അവരുടെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ സ്റ്റാൻഡേർഡ് സൈക്കോളജിക്കലിയും സോഷ്യലിയും അവരുടെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗുഡ് ടീച്ചിങ് മെത്തേഡ് വേണം എന്നാണ് ഈ ഒരു കമ്മീഷൻ പറഞ്ഞത്. അപ്പോൾ കുട്ടികളുടെ ഒരു മൊറാലിറ്റി, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഡിസൈറബിൾ വാല്യൂസ് ഒക്കെ ഇംപ്രൂവൈസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ടീച്ചിങ് മെത്തേഡ്സിനെ കൊണ്ടുവരിക. ബേസ്ഡ് ഓൺ റിയൽ ടീച്ചിങ്, ഇവർ പറഞ്ഞു ഈ ടീച്ചിങ് എങ്ങനെയായിരിക്കണം? റിയൽ ടീച്ചിങ് മെത്തേഡാണ് കൊണ്ടുവരേണ്ടത്. ഓർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ചില സ്കൂൾസിൽ, ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ പലപ്പോഴും പ്രോജക്റ്റ് ഒക്കെ ചെയ്യിപ്പിച്ചില്ല കുട്ടികളെ ചെയ്യുന്നത്. അതേസമയം ചിലയിടത്ത് അങ്ങനെയല്ല, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പോകുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ ഇവർ സജസ്റ്റ് ചെയ്തത് എന്താണ്? ഒരു റിയൽ ബേസ്ഡ് ടീച്ചിങ് ആണ് ഇവർ മെത്തേഡ് ഓഫ് ടീച്ചിങ് അവർ പറയുന്നത്. അതായത് ആക്ടിവിറ്റി ബേസ്ഡ്, പ്രോജക്റ്റ് ബേസ്ഡ് മെത്തേഡ്സ് കൊണ്ടുവരിക. അപ്പം ആ ഒരു വെർബലിസം സ്റ്റോപ്പ് ചെയ്യുന്നു, സ്റ്റോപ്പ് ദ വെർബലിസം. ചുമ്മാ ഇത് വെർബലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി മാറ്റി ഒരു റിയൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ആക്റ്റീവായിട്ട് കുട്ടികൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോജക്ട് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് മെത്തേഡ്സ് മേക്ക് ദ ലേണേഴ്സ് ടു ലവ് ദെയർ വർക്ക്. പഠിക്കുന്നവർക്ക് അവരുടെ ആ വർക്കിനെ ലവ് ചെയ്ത് സ്നേഹിച്ച് പഠിക്കുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് വേണമെന്നാണ് കമ്മീഷൻ സജസ്റ്റ് ചെയ്തത്. നോളജ് അക്വയർഡ് ത്രൂ പേഴ്സണൽ എഫേർട്സ്, അവരുടെ പേഴ്സണൽ എഫേർട്സ് കൂടെ അവർ നോളജ് നേടട്ടെ, അല്ലെ? ആൻഡ് ട്രെയിൻ ദ സ്റ്റുഡൻസ് ഇൻ ദ ടെക്നിക്സ് ഓഫ് സ്റ്റഡി. അപ്പോൾ ഒരു സ്റ്റഡി ടെക്നിക്സ് അതിനെയും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, കുറേ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നു, നമ്മൾ കേട്ട് പഠിക്കുന്നു, ബൈഹാർട്ട് ചെയ്യുന്നു. ആ ഒരു മെത്തേഡ് മാറ്റിയിട്ട് അവരെന്താണോ പഠിക്കണേ അതിനെ സ്നേഹിച്ച്, അതിനെ ഇഷ്ടപ്പെട്ട്, അതിൽ റിയൽ വർക്ക് ചെയ്ത് ഒരു പ്രോജക്റ്റ് മെത്തേഡിലൊക്കെ അവർ വർക്ക് ചെയ്ത് അങ്ങനെയുള്ളൊരു ടീച്ചിങ് മെത്തേഡ് കൊണ്ടുവരണം. അപ്പോൾ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവൈസ് ചെയ്യും, അവർ സൈക്കോളജിക്കലിയും സോഷ്യലിയും അവരുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവൈസ് ചെയ്യും, അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരും, അവരുടെ മൊറാലിറ്റി കാര്യങ്ങളെല്ലാം അതിൽ ഇംപ്രൂവൈസ് ആവുന്നൊക്കെയാണ് ഈ ഒരു കമ്മീഷൻ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് വർക്ക് പ്രോജക്ട്സ് മെത്തേഡ് ആക്ടിവിറ്റീസ്. മറ്റൊരു കാര്യം ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ പറഞ്ഞത് ഗ്രൂപ്പ് വർക്ക് പ്രോജക്റ്റ് കൊടുക്കുക. അപ്പോൾ അത് കണ്ടിട്ട് കോഓപ്പറേഷൻ ക്യാൻ ബി എൻഹാൻസ്ഡ്, ഒരു സഹകരണം അല്ലെ ഗ്രൂപ്പ് ആക്ടിവിറ്റി വഴി കോഓപ്പറേഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ദെൻ ഹോംവർക്കിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. ഹോംവർക്ക് ഗിവൺ ഇൻ അപ്രോപ്രിയേറ്റ് മാനർ ആൻഡ് ഇൻ ലെസ് ക്വാണ്ടിറ്റി. കൃത്യമായ രീതിയിൽ ഹോംവർക്ക് കൊടുക്കുക, കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക. ഒരുപാട് കണക്കിന് ഹോംവർക്ക്സ് കൊടുത്തു വിടാണ്ട് കുറച്ച് ഹോംവർക്ക്സ് കൊടുക്കുക. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ ക്വാണ്ടിറ്റി കുറച്ചുള്ള ഹോംവർക്ക്സ് അപ്രോപ്രിയേറ്റ് മാനറിൽ അവർക്ക് കൊടുക്കുക. അവർ പറഞ്ഞത് എപ്പോഴും ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. കുറേ നമ്പേഴ്സ് ഓഫ് വർക്ക്സ് കൊടുക്കാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഹോംവർക്കായിട്ട്. ഇപ്പം നല്ല മെത്തേഡ്സ് ആണ് ഇവർ ടീച്ചിങ് മെത്തേഡ്സ് സജസ്റ്റ് ചെയ്തത്, അല്ലേ? എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അത് നമ്മൾ പ്രോജക്റ്റ് ബേസ്ഡ്, ഗ്രൂപ്പ് വർക്ക് ചെയ്യുക, ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യുക, റിയൽ ടൈം ബേസ്ഡ്, റിയാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെർബലിസം മാറ്റി വെച്ചുകൊണ്ട് റിയൽ ആയിട്ട് വർക്ക് ചെയ്യുക. കുട്ടികൾ അവരുടെ വർക്കിനെ സ്നേഹിച്ച് അവർ പഠിക്കട്ടെ. അതുപോലെ നല്ല ക്വാണ്ടിറ്റി ഉള്ള കുറേ ക്വാണ്ടിറ്റി അല്ല വേണ്ടത്, നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെയാണ് കൊണ്ടുവരേണ്ടത്. അവരുടെ ആറ്റിറ്റ്യൂഡിൽ, അവർ സൈക്കോളജിക്കലി അവർ സ്റ്റാൻഡേർഡ് ഇംപ്രൂവൈസ് ചെയ്യുക, അവർ സോഷ്യലി അവർ സ്റ്റാൻഡേർഡ് ഇംപ്രൂവൈസ് ചെയ്യുക. ഇതിനെല്ലാം എന്ത് വേണം? എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, എഫക്റ്റീവ് വേ ഓഫ് ടീച്ചിങ് വേണമെന്നാണ് അവർ സജസ്റ്റ് ചെയ്തത്. ഇനി അടുത്തത് അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ. പേരിൽ തന്നെ ഉണ്ട്, എന്താണ്? കൃഷി സംബന്ധമായ ഒരു വിദ്യാഭ്യാസം, ഒരു കൃഷി വിദ്യാഭ്യാസം കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ 75% എംപ്ലോയ്മെന്റ്, അല്ലെ? 75% ആളുകൾ കൃഷി ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഓക്യുപ്പേഷൻ ആണ് കൃഷി. അപ്പൊ നല്ല ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ നല്ല കൃഷി രീതികൾ പഠിക്കട്ടെ, അല്ലെ? അപ്പൊ അവർ പറയുന്നത് അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് വൊക്കേഷൻ ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അവർ തൊഴിലാകും, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് നല്ലൊരു കർഷകനാവാൻ. കാരണം അന്ന് ഇന്ത്യ മെയിൻലി കൃഷിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മുടെ മെയിൻ ഓക്യുപ്പേഷൻ ആണ് കൃഷി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഇവർ പറഞ്ഞത്. പ്രാക്ടിക്കൽ നോളജ്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. കൃഷി എന്ന് പറഞ്ഞാൽ വെറുതെ കൃഷി രീതികൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല, അതും അവർ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ചെയ്യട്ടെ, അവർ കൈകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. ഹോർട്ടിക്കൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൾസോ ഷുഡ് ബി ഇൻക്ലൂഡഡ് അലോങ് വിത്ത് അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ. അഗ്രികൾച്ചർ എഡ്യൂക്കേഷന് കൂടെ ഹോർട്ടിക്കൾച്ചർ, നമുക്കറിയാലോ പച്ചക്കറികൾ പഴങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹോർട്ടിക്കൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, കന്നുകാലി വളർത്തൽ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അഗ്രികൾച്ചർ എഡ്യൂക്കേഷനും ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഈ കമ്മീഷൻ, മുതിരേർ കമ്മീഷൻ റെക്കമെൻഡേഷനിൽ ആദ്യത്തെ 5 നമ്മൾ കണ്ടത്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കണ്ടു, പിന്നെ മൂന്നാമത്തെ ഗേൾസ് എഡ്യൂക്കേഷൻ, നാലാമത്തത് എഫക്റ്റീവ് വേ ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്, 5ാമത്തെ അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ.
അടുത്ത 5 റെക്കമെൻഡേഷൻ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈക്സും നിങ്ങളുടെ കമൻസും ഒക്കെയാണ് എനിക്ക് കൂടുതൽ ക്ലാസ്സസ് തരാനുള്ള ഇൻസ്പിറേഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. അപ്കമിങ് എക്സാംസിനെ മുൻനിർത്തിക്കൊണ്ടുള്ള PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ കോഴ്സ് നടക്കുന്നു. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ വഴി എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം. അതുവരേക്കും